നമ്മളിന്ന് എടുത്തിട്ടുള്ള ട്രേഡ് അപ്ഡേറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 22,300 പി രാവിലെ തന്നെ 10.50 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ലോസിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 106 എൻട്രി എടുക്കുകയും 94 രൂപ ലോസ് വന്നത് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 94 രൂപ വന്ന സമയത്ത് എക്സിറ്റ് അടിച്ച് മാറുകയാണുണ്ടായത്. ആദ്യത്തെ ട്രേഡായിരുന്നു അത്. ആ ലോസിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാമതൊരു എൻട്രി കൂടെ എടുക്കേണ്ടായി. 11.6 ആ ഒരു ടൈമിൽ നമുക്ക് 101 രൂപയ്ക്ക് ഒരു എൻട്രി കിട്ടിയായിരുന്നു. 22,300 പി സെയിം സ്ട്രൈക്ക് പ്രൈസ് തന്നെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 50-52 പോയിൻറ്റിനടുത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 10 പോയിൻറ്റിൻ്റെ ഒരു ലോസ്, 10-12 പോയിൻറ്റിൻ്റെ ഒരു ലോസ് ഇവിടെ ബുക്ക് ചെയ്തു. അതിനുശേഷം നമുക്കൊരു 50 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. ഏകദേശം 40 പോയിൻറ്റിനടുത്ത് നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രേഡിൻ്റെ ലോജിക്കാണ് നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചാർട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ബേസിക്കലി ഞാൻ എൻട്രി എടുക്കുന്നത് ആദ്യം ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുക്കാനാണ്. അപ്പോൾ ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഡെയിലി ചാർട്ടിലോട്ട് പോവാം. യെസ്, അപ്പോൾ ഡെയിലി ചാർട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളൊരു റേഞ്ച് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഹൈ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹൈ അതിനുശേഷം 49,000 ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 49,000 ബ്രേക്ക് ചെയ്ത് റൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അല്പം ബീറിഷ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെ തന്നെ ആ ഒരു ക്ലോസിങ് കിട്ടിയ സമയത്ത് എനിക്ക് ബീറിഷ് ആയിട്ടാണ് തോന്നിയത് ബാങ്ക് നിഫ്റ്റി. അതോടൊപ്പം ഞാനൊരു 1 അവർ അപ്പോൾ 1 അവറിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു നമുക്ക് 48,631 തൊട്ട് 48,700 അല്ലെങ്കിൽ 736 റേഞ്ച്. അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്ത് കറക്റ്റ് ഇവിടെ വന്നിട്ട് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം നല്ല റാലി നടത്തിയുള്ളൊരു സോണാണ്. അതിനുശേഷം വീണ്ടും വന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും റാലി നടത്തിയിട്ടുള്ളൊരു സോണാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു റേഞ്ച് മാർക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലൊരു നമുക്കൊരു ബീറിഷ് വ്യൂ ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു റേഞ്ച് മാർക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള 48,645 മുതൽ 48,736 വരെയുള്ള ആ ഒരു റേഞ്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ എൻട്രി ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി കിട്ടിയില്ല. നമുക്ക് 5 മിനിറ്റിലോട്ട് പോകാം. എന്താണ് എൻട്രി എടുക്കുക എന്നുള്ള റീസൺ എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു നമ്മളെപ്പോഴും കാണാറുള്ളത് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്, അതിനുശേഷം ഒരു സെൽ ഓഫ് ആണ് കണ്ടത്. ഗ്യാപ്പ് അപ്പ് അല്ല, ഇന്നൊരു ഏകദേശം അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെൽ ഓഫ് കണ്ടു. അപ്പോൾ ഞാൻ ഈ ഒരു 48,640 അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബേസിക്കലി നമ്മളിങ്ങനെ ഒരു എൻട്രി കിട്ടുന്ന സമയത്ത് നമ്മളെവിടെയായിരിക്കും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാനുള്ള ഒരു ഇതിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സോണിൽ എൻട്രി എടുക്കാത്തത്. അപ്പോൾ ഒരു ഡയറക്റ്റ് ഫാളാണ് ഇവിടെ കിട്ടിയത്. 48,645 നിന്ന് നമുക്കൊരു ഡയറക്റ്റ് ഫാൾ കിട്ടി. അപ്പോൾ ഞാനൊരു റീട്രേസ്മെൻറ്റ് ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് ഇവിടെ കിട്ടിയില്ല. റീട്രേസ്മെൻറ്റ് കിട്ടാതെ തന്നെ ഒരു ഡയറക്റ്റ് ഫാളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നീട് ആ ഒരു ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ഫാൾ കിട്ടി. ഏകദേശം നമ്മൾ അടുത്ത ഒരു സപ്പോർട്ട് സോൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 48,300 ആ റേഞ്ച് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു സോണ് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിഫ്റ്റി നമുക്ക് ചാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസത്തെ ചാർട്ട് ഒക്കെ നോക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസം ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ഈ ഒരു എല്ലാ ദിവസവും ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങും, ആദ്യമേ തന്നെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്, അതിനുശേഷം ഒരു സെൽ ഓഫ് കണ്ടു. കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെയായിരുന്നു, ഒരു ബുള്ളിഷ് ടൈപ്പ് ഓഫ് പാറ്റേൺ ഫോം ചെയ്തിട്ട് ഒരു സെൽ ഓഫ് കണ്ടു. അപ്പോൾ 2 ദിവസവും സെയിം പാറ്റേൺ ആണ് നിഫ്റ്റി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് മാർക്കറ്റ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ചാനലിനകത്ത് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ നിഫ്റ്റി കറക്റ്റായിട്ട് ഒരു ബുൾസിനെ ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്നൊരു ട്രേഡ് അല്ലെങ്കിൽ ഇന്നൊരു മാർക്കറ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതായത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് കറക്റ്റ് ഒരു ബുൾസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ് നിഫ്റ്റി അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഈ ഒരു എൻട്രിയിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു എൻട്രി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു ബുള്ളിഷ് വ്യൂ എക്സ്പെക്ട് ചെയ്തുകൊണ്ട്, കാരണം ഇത് ബ്രേക്ക് ഔട്ടാണ്, ഒരു ചാനൽ ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ എൻട്രി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം കറക്റ്റ് 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെയിം പാറ്റേൺ ആണ്. ഇവിടുന്ന് ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആവുന്നു, ഫാൾ ഉണ്ടാവുന്നു. 2ാമത്തെ ദിവസം അതിന് ബുള്ളിഷ് പാറ്റേൺ ഫോം ചെയ്യുന്നു, ഫാൾ ആവുന്നു. നമ്മൾ 3ാം ദിവസം അതേ സെയിം കാര്യം തന്നെയാണ് കണ്ടത്. ഒരു ബുള്ളിഷ് പാറ്റേൺ അവിടെ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബുൾസിന് ഫേവറബിൾ ആയിട്ടുള്ള പാറ്റേൺ രാവിലെ തന്നെ ഫോം ചെയ്ത് എന്നിട്ടൊരു സെൽ ഓഫ് വന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് എനിക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
അതിനുശേഷം ഞാൻ പിന്നെ നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തിട്ടൊരു 2 ലെവലായിരുന്നു ഈ ഒരു സോൺ എന്ന് പറയുന്നത്. അതായത് 22,326 മുതൽ 27 മുതൽ 22,379 മുതൽ. അപ്പോൾ ഈ ഒരു സോൺ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ഈ ഒരു എൻട്രി ശരിക്കും ഇവിടെ ഒന്ന് ഒരു റിവേഴ്സൽ ചിലപ്പോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ നല്ലൊരു ബൈയിങ് പ്രഷർ ഉണ്ടായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആ ഒരു ഏരിയയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടി. ഞാൻ എൻട്രി എടുത്ത ലെവലെന്ന് പറയുന്നത് ഏകദേശം ഞാൻ ഈ ഒരു ലെവൽ ഈ 2 ലെവലൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രി വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷേ കുറച്ച് റിസ്ക്കിയാണ്. കാരണം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഫേവറബിളായിട്ട് തോന്നിയത് ഈ ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു 10.45 കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ക്യാൻഡിൽ ഫോർമേഷനിലാണ് ഞാൻ ശരിക്കും എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ എൻട്രി 10.50 അപ്പോൾ 10.50 എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും തൊട്ടടുത്ത ക്യാൻഡിൽ, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ട്രേഡ് ഞാൻ അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. കാരണം ഒരു ക്വിക്ക് മൂവ് ആയിരുന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസും ഞാൻ കുറച്ചൊന്ന് ഗ്രീഡി ആയിപ്പോയി. കാരണം ഞാൻ സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്തായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇത്രയും ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് ഒന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ ഒരു എൻട്രി ഇല്ല. അപ്പോൾ ഞാൻ ചിലവരൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, കാരണം തിരിച്ചിറങ്ങാൻ ഒരു കൺവെൻഷനാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ട്രേഡിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ബേസിക്കലി അങ്ങനെ 2 ട്രേഡ് എടുക്കുന്നത് വളരെ റെയറായിട്ടാണ്. അപ്പോൾ ഇന്നൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടതുകൊണ്ടാണ് അടുത്തൊരു ട്രേഡ് കൂടെ എൻട്രി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് എനിക്ക് എൻട്രി കിട്ടിയത് 11 മണി 11:05 ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പോൾ ഈ ഒരു എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു റെസ്റ്റ് ആൻഡ് സോണായിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരു ബ്രേക്ക് ഡൗൺ കിട്ടി, അതിനുശേഷം റെസ്റ്റ് ആൻഡ് സോണായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസ്റ്റ് ആൻഡ് സോണിന് ശേഷം ഞാനിവിടെ ആ റെസിസ്റ്റൻസിൽ ഫേസ് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിൽ 11:05 ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. പക്ഷേ ആ ഒരു ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്ത് ഫോം ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഇവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എൻട്രി നമുക്ക് സക്സസ് ആയി. നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാനൊരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് 90 രൂപ ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് 105 രൂപയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാൾ നമുക്ക് മനസ്സിലാവും. വളരെ ക്വിക്കായിട്ടുള്ളൊരു ഫാൾ കിട്ടി എനിക്ക്. ഈ ഒരു ഏരിയയിൽ ഏകദേശം 1:5 റിസ്ക് റിവാർഡ് രണ്ടാമത്തെ ട്രേഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എക്സിറ്റും കറക്റ്റ് ആയിരുന്നു. ഞാൻ എക്സിറ്റ് ശരിക്കും ഈ ഒരു 22,200 വരെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു റിസ്ക് റിവാർഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്യാൻഡിൽ 11:35 ക്യാൻഡിൽ തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 20,100. പക്ഷേ എനിക്ക് റിസ്ക് റിവാർഡ് മീറ്റായി. അപ്പോൾ ഞാൻ അധികം നേരെ വച്ചിരിക്കാറില്ല. കാരണം ഞാനൊരു ഡിസ്ക്രിഷണറി ട്രേഡിംഗ് സെറ്റപ്പാണ് ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്ത് മാറാറുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ് എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാതെ ഇരുന്ന ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലോസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് പ്രീമിയം ഡേക്കായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത നാളത്തെ ട്രേഡുമായിട്ട് വീണ്ടും കാണാം.